പർച്ചേസിംഗ് അല്ലേ മമ്മേ? അതെ, വയനാട് വെറും പട്ടിക്കാടാണെന്നാണ് വന്നിട്ടുണ്ട്. വാവ്, സൂപ്പർ കൂൾ ആയിട്ടുണ്ട്. വാവ്, എന്തായാലും ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോ നിന്റെ മോളുടെ വീട് കൂട്ടാൻ വലിയ കാര്യമൊന്നുമില്ല. അമ്മേ, ക്രിസ്മസിന്റെ എല്ലാം കാണാൻ കഴിഞ്ഞിട്ട് ഗായ്സ്. അപ്പൊ നമ്മള് വയനാട് നിന്ന് എഴുതിയ ബസ്സിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര വെയിലാണ് എങ്കിലും ഒരുപാട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ആള് വലിയതാക്കി കണ്ടിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ മനസ്സും കൂടെ മാറണം. കൈ തിരിഞ്ഞു പോയി മമ്മേ, എന്നിട്ട് ആ കൈ വലിച്ചോണ്ടാണ് ആ പട്ടിക്കുഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നത്. എല്ലാത്തിനും ഭയങ്കര വിലയാണ്. സാന്റാക്ലോസ് നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കണ്ടേ, അപ്പൊ അതുകൊണ്ടൊന്നും തീരുന്നില്ല. ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ അടുത്തു ഗൈസ്. ഇല്ലേ, വലിയ പള്ളിയാണ് കേട്ടോ, വളരെ വലിയ പള്ളിയാണ്. അടിപൊളി വെള്ളാലേ. ദാഹിച്ചു വരുന്ന ആർക്കായാലും ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാം. വീഡിയോ ലോങ്ങായി ഒരു 10 മണിക്കൂറൊക്കെ ആയി പോകും, അതാണ് എന്റെ വിഷയം. അപ്പൊ നൈറ്റ് ആയി കഴിഞ്ഞാലും മൊത്തം ലൈറ്റ് ആണ് കേട്ടോ, എന്റെ പാളം കൊണ്ടൊന്നും തീരുന്നില്ല. അപ്പൊ ഇവിടെ മൊത്തത്തിൽ മഹാത്ഭവം തന്നെയാണ്. മൊത്തം ലൈറ്റ്സ് ഒക്കെ ഇട്ട് അലങ്കരിച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട്. എന്താണ് നിന്റെ കൈക്ക് പറ്റിയത്? 10 വയനാട് എന്നുള്ള ബസ്സിൽ നമുക്ക് കയറി കളിയാം ഗായ്സ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷം 2024 തല മുതൽ വാല് വരെയും വാല് മുതൽ തല വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ ബത്തേരി വഴിയോരങ്ങളിൽ കൂടി ഗായ്സ് ഞാൻ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഈ കവിത ജ്വല്ലേഴ്സ് ഗായ്സ്. ഇപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഒരു ഷോപ്പിലും കൂടി രൂപങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇവിടെ നമുക്ക് സാന്റാക്ലോസിനെ കാണാൻ കഴിയും. ബത്തേരിക്കാരെല്ലാരും കൂടി ചേർന്ന് ആ മരത്തിനെ ജീവിപ്പിച്ചെടുത്ത് നിർത്തിയ ഒരു മരമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഈ പൊരിഞ്ഞ വെയിലത്ത് ഇത്രയും ഹൈറ്റുള്ള നമ്മുടെ പള്ളീന്റെ മുകളിൽ ഒരാൾ നിന്നിട്ട് ഇതേ പെയിന്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. വാവ്, നോ വേർഡ്സ്. എല്ലാവർക്കും ഗായ്സ്. അപ്പൊ നമ്മുടെ ക്ലീൻ സിറ്റി ആയ സുൽത്താൻ ബത്തേരിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ചെറിയൊരു ക്രിസ്മസ് പർച്ചേസിംഗ് അല്ലേ മമ്മേ? അതെ, അപ്പൊ നമുക്ക് ക്രിസ്മസിന്റെ രൂപങ്ങൾ അപ്പൊ നമ്മൾ ആ രൂപങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് എങ്ങോട്ട് പോവാണ്? നമ്മുടെ സുൽത്താൻ ബത്തേരിയിലേക്ക്. ക്ലീൻ സിറ്റി. അപ്പൊ നമ്മളിന്ന് കുറച്ച് പർച്ചേസിങ്ങും അതുപോലെ ക്രിസ്മസ് പർച്ചേസിംഗ് ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം നമ്മള് സുൽത്താൻ ബത്തേരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഗായ്സ്? അപ്പൊ നമ്മള് കൊച്ചി പോയ ടൈമില് അവിടെ ഉള്ളവരുടെയൊക്കെ വിചാരം നമ്മുടെ വയനാട്ടിൽ ഒന്നുമില്ല, വയനാട് വെറും പട്ടിക്കാടാണെന്നാണ്. അതെ, വയനാട്ടിൽ സ്റ്റുഡിയോ ഉണ്ടോന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതന്നെ, സ്റ്റുഡിയോ ഉണ്ടോന്ന് എന്ത് ക്വസ്റ്റ്യൻ ആണ് ഗായ്സ് ചോദിക്കുന്നത്. വയനാട് എന്താ കുഴപ്പം? വയനാടിനെ പറ്റി ആർക്ക് സത്യം പറഞ്ഞ ഒന്നും അറിയത്തില്ല അത് അല്ലേ? സിംഗിൾ സ്റ്റോറി പഠിക്കുന്നുണ്ടായിരുന്നില്ലേ ആഫ്രിക്കനെ പറ്റി, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി? യെസ്, അതേപോലെ നമ്മുടെ വയനാട്ടിലില്ലാത്ത ഒന്നുമേ ഇല്ല ഗൈസ്. അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ ആയുർവേദ ആശുപത്രിൻ്റെ അടുത്താണ്, നമ്മുടെ സുൽത്താൻ ബത്തേരി ആയുർവേദ ആശുപത്രിൻ്റെ അടുത്താണ്. അപ്പൊ നമ്മളിന്ന് മൊത്തത്തിൽ ചില്ലിങ് വൈബാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ക്രിസ്മസിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് കുറെ ഷോപ്സ് ഒക്കെ വന്നിട്ടില്ലേ മമ്മേ? അടിപൊളിയായിട്ട് കുറെ ഷോപ്സ്, നക്ഷത്ര മേള എന്ന ഷോപ്പോ അതുപോലെ തന്നെ കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് എല്ലാം ചുറ്റി കാണണം. അപ്പൊ വയനാട് എന്താണ്, നമ്മുടെ സുൽത്താൻ ബത്തേരി എന്താണെന്നൊക്കെ എല്ലാവരും നമ്മൾ അറിയിക്കാൻ പോലെ അപ്പൊ നമ്മൾ അറിയിക്കാൻ വേണ്ടി പോവാണ്. നടക്കാം. പക്ഷെ ഒരു സീൻ, ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് കുടയിലാണ് നമ്മൾ പോകുന്നത്. അല്ലെ നമ്മൾ എന്ത് ചെയ്യും? അവസ്ഥയാവൂലേ? അപ്പൊ നമ്മുടെ ഗ്യാരേജ് ആണ് ഈ വഴിക്കിട്ടോ. അപ്പൊ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം. ഇഷ്ടംപോലെ ഗ്യാസ് ഡീസൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം സ്റ്റാൻഡാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ഓൺ ദ വേ നടക്കാം ഗായ്സ്. അപ്പൊ നമ്മളങ്ങനെ നടന്ന് നമ്മുടെ പിൻഹോൾട്ടിൻ്റെ അടുത്തും മത്തായിസിൻ്റെ അടുത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ലിങ്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം
ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്സും മൊത്തത്തിൽ ഇങ്ങനെ അലങ്കരിച്ചിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൊത്തം എല്ലാവരും ക്രിസ്മസിന്റെ ഒരു വൈബിലാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും അതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് ഷോപ്പ് ഒക്കെ ഉണ്ട്. അതെ, അതിന് കേക്ക് ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടല്ലേ? പ്ലം കേക്ക് ആണെന്ന് തോന്നുന്നു. സ്വീറ്റ്സും ആണ് നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതുണ്ട്, ഇത് മത്തായിസ് ബേക്കറി. ഓക്കെ, വാ. അപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ ഭീമ ജ്വല്ലേഴ്സ് ആണ് കാണുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സാന്റാക്ലോസ് നമ്മൾ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ കാണുന്ന റോഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചീരാൽ റോഡും അതുപോലെ തന്നെ ഇത് അങ്ങോട്ടുള്ള റോഡാ പുൽപ്പള്ളി, അതുപോലെ മൈസൂർ റോഡാണ് ഈ കാണുന്നത്. 2-3 നമ്മുടെ സെന്റ് മേരീസ് കോളേജ് അങ്ങോട്ടൊക്കെ അല്ലേ? അതെ, ഇത് കാണുന്നതുകൊണ്ട് മനസ്സിലാവും എനിക്കറിയില്ല. ഗായ്സ്, അപ്പം നമ്മൾ സുൽത്താൻ ബത്തേരിൻ്റെ മോൾ ഭാഗത്തു നിന്ന് താഴത്തേക്കാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുക്കിയും കന്യകയും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ 2 ഷോപ്സാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ടൗണിൽ തന്നെ. അപ്പം മൊത്തത്തിൽ ഫുള്ള് കളറാക്കിയിരിക്കുവാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മിൻ മാളിൻ്റെ അടുത്തേക്കാണ്. അവിടെ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മൊത്തം പൊടി പൂരമാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നടന്ന് നമ്മുടെ കാഴ്ചകളെല്ലാം കാണാം. നമ്മൾ മിൻമാളിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിൻമാൾ. വളരെ വലിയ മാളാണ്. നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ അറിയപ്പെടുന്ന വലിയ മാളാണ് നമ്മുടെ മിൻമാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. അടിപൊളി പുൽക്കൂടാണ് ഗായ്സ് സെറ്റ് ആയിരിക്കുന്നത്. വാവ്, നോ വേർഡ്സ്. അടിപൊളി നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സൂപ്പറാണ് കാണാൻ. എന്തായാലും ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് നമ്മുടെ മിൻമാളിൽ പുൽക്കൂട് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിൻമാളിൻ്റെ ഉള്ളിലേക്കും ഒരുപാട് കാര്യങ്ങൾ ക്രിസ്മസുമായി അനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഞാൻ അന്ന് വന്നപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ വലിയൊരു ട്രീ ആണ് കാഴ്ച വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൻഡിയറിനെ കാണാം. അപ്പം രാത്രിക്കാണ് സത്യം പറഞ്ഞാൽ ഇവിടെ അടിപൊളി വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്ത് നോക്കാം. ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. A few moments later. ഗായ്സ്, അപ്പോൾ നമ്മൾ ആക്ച്വലി മിന്നുമാളിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ നമ്മളോട് പറഞ്ഞു ഓഫീസിൽ പോയിട്ട് പെർമിഷൻ ചോദിച്ചാൽ ആ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെ, അപ്പോൾ പെർമിഷൻ ചോദിച്ചാൽ അവർ സമ്മതിക്കും. എങ്കിലും നിങ്ങൾ ചെന്ന് ഒന്ന് പെർമിഷൻ ചോദിക്കാതെ നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നാണ് നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വയനാടിൻ്റെ ചെറിയ ചെറിയ ഇഷ്യൂസ് അതാണ് ഗായ്സ്. എന്നാലും നമുക്ക് മിന്നുമാളിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു. കൊച്ചിയിൽ നമ്മൾ പോയ സമയത്തും അവിടെ നമ്മൾ ഫോർട്ട് കൊച്ചി അല്ലല്ലോ, നമ്മൾ ജൂ ടൗണിൽ പോയിട്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ മിന്നുമാളുടെ വീഡിയോ കിട്ടാൻ വലിയ കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കാണാം. അപ്പം ഇതും കൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും അങ്ങോട്ട് കിടക്കൂലേ? ഇനിയും ഫ്രണ്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കിടക്കുവാണ് ഗായ്സ്. അപ്പൊ ഈ മിന്നുമാളും കൊണ്ടൊന്നും തീരുന്നില്ല. അപ്പൊ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? നേരെ എങ്ങോട്ടാ പോകുന്നേ? മുമ്പോട്ട് പോകാം. Come on, let's go guys. ഗായ്സ്, അപ്പം ആക്ച്വലി എന്താ പറയുക, മാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വ്യൂ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ അവിടെയൊക്കെ ഇങ്ങനത്തെ ഓരോ റെസ്ട്രിക്ഷൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വേറുള്ളവർ എങ്ങനെ അറിയാനാണ്? എങ്ങനെ അറിയും? വേറുള്ളവർ എങ്ങനെ അറിയും അവിടെ എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? മാള് വലിയതാക്കി പണിതിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ മനസ്സും കൂടെ മാറണം. സത്യമായിട്ടും സത്യം പറഞ്ഞാൽ ആ ഇൻസിഡന്റ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമ്മളെ കണ്ടുകഴിഞ്ഞാണോന്നൊരു സംശയം. സത്യമായിട്ടും ഇത്രയും നാളെ ഇങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായത്. എന്തൊക്കെയായാലും ഇതെല്ലാം എല്ലാവരും അറിയണം എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അവർക്കൊരു താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുമേ? വേണ്ടെങ്കിൽ വേണ്ട, അവർക്ക് വേണമെങ്കിൽ നമുക്കില്ല, നമുക്ക് കാല് പിടിച്ച് വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. എന്തായാലും എന്താ അത്ര തന്നെ. ഓരോ കടയിലും നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പറാണ്, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ മടുത്തു ഗൈസ്. അപ്പം നമ്മുടെ ക്രിസ്മസിന് മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു ഷോപ്പാണ് നക്ഷത്രമേള എന്നുള്ള ഷോപ്പ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒത്തിരി സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ കടയുടെ സൈഡിലാണ് ഗൈസ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കടയുടെ ജസ്റ്റ് ഒരു വ്യൂ നമുക്ക് കാണാം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഷോപ്പിൽ എന്തായാലും കയറാം. അപ്പോൾ ബത്തേരി മൊത്തത്തിൽ നമുക്ക് കാണിക്കണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ കടയുടെ ഫ്രണ്ടിൽ കൂടി ജസ്റ്റ് പാസ് ചെയ്യാൻ നോക്കാം. ഭയങ്കര വെയിലാണ് എങ്കിലും ഒരുപാട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്, ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാലൊന്നും തീരൂല ഗായ്സ്,
അത്രയ്ക്ക് സാധനങ്ങളാണ് കടയിൽ വന്നത്. അമ്മേ അമ്മേ ട്രീ ആണോ? അയ്യോ പോയി. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വഴി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലേ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ തട്ടും മുട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വേഗം ഫ്രണ്ടിലേക്ക് നമുക്ക് നടക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളീ കാണുന്ന നമ്മുടെ കവിത ജ്വല്ലേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ റെസ്പെക്റ്റഡ് ആക്ടറായ നമ്മുടെ ഫഹദ് ഫാസിലാണ് നമ്മുടെ അതന്നെ ആവേശം, അതന്നെ രംഗണ്ണനാണ് ഗായ്സ് നമ്മുടെ ഈ കവിത ജ്വല്ലേഴ്സ് എന്ത് ഉദ്ഘാടനം ചെയ്തത്. വാ വേടാ മോളെ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കാം ഗായ്സ്, നടന്നുകൊണ്ടേയിരിക്കാം. കമോൺ ഭയങ്കര പൊള്ളുന്ന വെയിലാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എവിടേക്ക് നമ്മുടെ നേരത്തെ എവിടെയെങ്കിലും വെയിൽ തട്ടി കഴിഞ്ഞാൽ അവിടെ പൊള്ളി അമ്മാതിരി വെയിലാണ് ഗായ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മേളിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോടയില്ലാതെ നമ്മൾ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെയാണ് ഭയങ്കര ഉച്ചയാകുമ്പോൾ ഭയങ്കര വെയിലാണ് ഗായ്സ്. നമ്മുടെ വയനാടിന്റെ അവസ്ഥ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ വയനാടിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം മുതലുള്ള വ്യൂ ആണ് ഗൈസ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നടക്കാം. മമ്മി മാമാറ്റ എവിടെ പോയി ഗായ്സ്? അപ്പൊ നമ്മുടെ ബത്തേരി സുൽത്താൻ ബത്തേരിയിലെ തലച്ചുല്ലൻ ക്ഷേത്രമാണ് നമ്മളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പൂച്ച അമ്പലമാണ്. അപ്പൊ നമ്മുടെ പൂച്ചകൾക്കൊക്കെ എന്തെങ്കിലും പറ്റുവാണെങ്കിലൊക്കെ നമ്മൾ ഇവിടെ പൈസയ്ക്ക് ഒഴിഞ്ഞ് ഇവിടെ കൊണ്ടിടും. അപ്പൊ അവിടെയാണ് നമ്മുടെ അമ്പലം കാണുന്നത്. അപ്പൊ രാവിലെ നമ്മുടെ അമ്പലം തുറക്കും. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിവിടെ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഗായ്സ്, അപ്പോൾ വെയിൽ ഞാനിപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിത് നേരെ നടക്കാം ഗായ്സ്. പൊള്ളുന്ന വെയിലാണ്, പൊള്ളുന്ന. അപ്പോൾ നമ്മുടെ ബത്തേരി വഴിയോരങ്ങളിൽ ഇഷ്ടംപോലെ ഷോപ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബത്തേരിയിൽ ഒരു പെട്രോൾ പമ്പ്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗായ്സ്, അത് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മൾ നടന്നിടന്ന് നമ്മുടെ സുൽത്താൻ ബത്തേരി ഗണപതി അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പിൾ കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ നടക്കാവേ. അപ്പോൾ ന്യൂ കിഞ്ചറ നമ്മൾ വാങ്ങിയത് ഈ ഷോപ്പിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നടക്കാം. അപ്പം നമ്മുടെ ഈ കാണുന്ന ട്രീക്ക് ഭയങ്കര ഒരു അത്ഭുതമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ അതിൻ്റെ 2ാം ജന്മമാണ് നമ്മുടെ ഈ ട്രീൻ്റെ. കാരണം മഴക്കാലത്ത് ഇത് കടപൊഴുകി വീണിട്ട് ഈ മരം ഒരിക്കലും ജീവിക്കില്ല എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മുടെ ബത്തേരിക്കാരെല്ലാവരും കൂടി ചേർന്ന് ആ മരത്തിനെ ജീവിപ്പിച്ചെടുത്ത് നിർത്തിയ ഒരു മരമാണ് നമ്മൾ ഈ കാണുന്ന ട്രീ. വളരെ അത്ഭുതകരമായൊരു ട്രീ ആണ്. അത് ഉണ്ടാവുന്ന ആരും വിചാരിച്ചില്ല, പക്ഷേ ഇത് പുനർജനിച്ച് വന്നൊരു മരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ട്രീ മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിക്കാണ് ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ സൂപ്പർ ആവുന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ഇതും കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ സൂപ്പറാക്കിയാണ് നമ്മുടെ ആ ട്രീ അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബത്തേരിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. ഇതാട്ടോ നമ്മുടെ ട്രീൻ്റെ വ്യൂ. അടിപൊളി ട്രീ ആണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി പഴയ സ്റ്റാൻഡ് ആ റോഡാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ആ ട്രീ ഉള്ള സ്ഥലത്ത് ഒരു ജംഗ്ഷനാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ബത്തേരി ഷോപ്പുകളാൽ നിറഞ്ഞു കിടക്കുവാണ് കേട്ടോ. ഇഷ്ടംപോലെ ഷോപ്പുകളാൽ നിറഞ്ഞു കിടക്കാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ, ജ്വല്ലറീസ്, മെഡിക്കൽ ഷോപ്സ്, അങ്ങനെ ഒരുപാട്, അതുപോലെ ഫോൺ ഷോപ്സ്, അങ്ങനെ ഒത്തിരി ഷോപ്സ് ആയിട്ട് നമ്മുടെ ബത്തേരി മൊത്തത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ഗായ്സ്. ഐ ലവ് വയനാട് എന്നുള്ള എംബ്ലം കൂടെ നമുക്കിവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ. കന്യക നമ്മുടെ ഡ്രസ് ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ TK എന്ന് പറഞ്ഞ ഷോപ്പാണ് നമ്മൾ കാണുന്നത്. ഗായ്സ്, അപ്പോൾ ഇത് ബോംബെ ബസാറാണ് കേട്ടോ ഗായ്സ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ക്രിസ്മസ് സാധനങ്ങൾ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാഞ്ഞിരാടി എന്നുള്ള ഷോപ്പിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഐശ്വര്യ അതിലെ തിയേറ്ററാണ് നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ കാണുന്നത്. കണ്ടില്ല ആ വഴി, ആ ഷോപ്പിലൊക്കെ വഴി. അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ സിനിമ കാണുന്നത് നമ്മുടെ അവിടെയാണ്. അതുപോലെ തന്നെ നമ്മൾ മിൻ സിനിമാസിൽ ഇടയ്ക്ക് പോയി കാണാറുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാം അല്ലേ? ഇനി മേലിൽ പോകില്ല, അത് തന്നെ. ഫോണൊന്ന് കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കേ ഇല്ല. നമ്മൾ ഈ ശുദ്ധീകരിച്ച കുടിവെള്ളം ആർക്ക് വേണമെങ്കിലും കിട്ടും. ജെറ്റ് പാത്ത് നിന്ന് റിസോർട്ട് നമുക്ക് ഈ ഷോർട്ട് കട്ട് വഴിയിൽ പോയി കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഇതാ ഇതിൻ്റെ എൻട്രി ഇവിടെ ആയിട്ടാണ്. ഇവിടെ വെള്ളം എൻട്രി. അപ്പോൾ ഇത് ഇവിടെ വെള്ളം നമുക്ക് ഗായ്സ്. അപ്പോൾ ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ ഈ കപ്പിൻ്റെ കോലം ഭയങ്കര ഇതാണ്. എന്തായാലും നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് വെള്ളം കുടിച്ചേക്കാം.
അടിപൊളി വെള്ളാലേ. ദാഹിച്ചു വരുന്ന ആർക്കായാലും ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ ആരാനും അതൊന്നും വേണ്ട. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇതാണ് ഗായ്സ് ഈ കാണുന്നത്. എന്തുകൊണ്ടും എന്താ പറയുക, ദാഹം എന്ന് പറയുന്നത് ഭയങ്കര വിശപ്പ് പോലെ ദാഹം ഭയങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ. എന്തുകൊണ്ടും നല്ല കാര്യങ്ങളാണ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇത് ആക്ച്വലി ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ട്രീൻ്റെ രൂപത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ മരത്തിൽ നിന്ന് നമുക്ക് വെള്ളം തരുന്ന പോലെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അമ്മയൊക്കെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അല്ലേ ഗായ്സ്. ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഫ്രണ്ടിലാണ്. നടന്നാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നതാണ് സുൽത്താൻ ബത്തേരി നഗരസഭ കാര്യാലയം. അങ്ങനെ നമ്മളിത് ഇതിലൂടെ നടന്ന് പോവുകയാണ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ നിന്ന് കഴിഞ്ഞാൽ അവിടെ അതിലപ്പുറമുള്ള ക്രിസ്മസിൻ്റെ ഷോപ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കട്ടതായി. നമ്മൾ അന്ന് കയറി മഹാത്ഭുതമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ മഹാത്ഭുതം തന്നെയാണ്. മൊത്തം ലൈറ്റ്സ് ഒക്കെ ഇട്ട് അലങ്കരിച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട് ഗായ്സ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് നക്ഷത്രങ്ങൾ കൊണ്ട് ഒരു മേള തന്നെയാണ് ഗായ്സ്. ഇത് കഴിഞ്ഞ പടം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മേക്കാരൻ. അതിന് തൊട്ട് ഓൾമോസ്റ്റ് മൂഴയും എന്ന് പറയുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ജ്വല്ലറി കാണാം. അതുപോലെ തന്നെ ജലജ എന്ന് പറഞ്ഞ ബേക്കറി കാണാം. അങ്ങനെ ഒത്തിരി കടകൾ കൊണ്ട് മൊത്തം നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മൈജിയ ഫ്യൂച്ചർ ഉണ്ട്, നന്ദില ജിമാർട്ടുണ്ട്, സുഡിയോ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഷോപ്പുകൾ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പറഞ്ഞാൽ നമ്മളിത് വെറും മാർക്കിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പം ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ജൂബിലി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ജൂബിലിയിലെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി, അത്ര രുചിയുള്ള ബിരിയാണിയാണ് നമ്മുടെ ജൂബിലി റെസ്റ്റോറൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ നമ്മുടെ ബത്തേരി വഴിയോരങ്ങളിൽ കൂടി ഗായ്സ് ഞാൻ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ അസമിഷൻ ചർച്ചിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ അസമിഷൻ ചർച്ചും അസമിഷൻ സ്കൂളും അസമിഷൻ ഹോസ്പിറ്റലും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ അസമിഷൻ ഹോസ്പിറ്റലാണ് അല്ലേ, അസമിഷൻ ഹോസ്പിറ്റലാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അസമിഷൻ ചർച്ചാണ്. അപ്പോൾ ചർച്ചിൻ്റെ അടുത്തേക്ക് നമുക്ക് നടക്കാം ഗായ്സ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അസമിഷൻ ചർച്ചിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ വലിയൊരു സ്റ്റാറും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ചിൻ്റെ അടുത്തേക്ക് നടക്കാം. ഇതാണ് ഗായ്സ് നമ്മൾ പറഞ്ഞ അസമിഷൻ ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു സ്റ്റാറാണ് ഗായ്സ് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കണ്ടില്ലേ, വലിയ പള്ളിയാണ് കേട്ടോ, വളരെ വലിയ പള്ളിയാണ്. അപ്പോൾ വെയിലിങ്ങനെ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്കൂള് അത് ആ കാണുന്നത് നമ്മുടെ അസമിഷൻ സ്കൂൾ. അപ്പോൾ നമ്മുടെ പൊന്നുണ്ടി പഠിക്കുന്നത് ഈ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അത് അവൻ്റെ സ്കൂളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കലോത്സവത്തിനൊക്കെ മിമിക്രിയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്കൂളിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അസമിഷൻ ചർച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ എസ് ഭാരത് ഉള്ളത്. അപ്പോൾ നമുക്കിനി ആ വഴിയിലേക്ക് നമുക്ക് നടക്കാം ഗായ്സ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഓർത്തപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കാണുന്നത്. നമ്മുടെ ചർച്ചിലെ വലിയ പുൽക്കൂട് ഗോഡ്. അപ്പോൾ നമുക്ക് പുൽക്കൂടിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ശശിയാണോ ഗായ്സ്? അപ്പോൾ പുൽക്കൂട് ഇവിടെ സെറ്റ് ആയിട്ടില്ല, അവരിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഞാനോർക്കൂടെ പുൽക്കൂട് റെഡിയായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പരിപാടികളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ ഈശോൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. ജയിൻ്റെ ആയിട്ടുള്ള വലിയൊരു നക്ഷത്രമാണ് ഗായ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് വലുതാണ് കണ്ടോ, വളരെ ജയിൻ്റെ ആയിട്ടുള്ള നക്ഷത്രമാണ് ഗായ്സ്. അപ്പം നമ്മുടെ എല്ലാ ക്രിസ്മസിനും നമ്മുടെ അസമിഷൻ ചർച്ചിൽ ഇത്രയും വലിയ നക്ഷത്രം നമുക്ക് കാണാനായിട്ട് പറ്റി. നമുക്ക് ഇവിടുത്തെ പെയിൻ്റൊക്കെ വെച്ചിട്ട് പള്ളി അടിപൊളി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം, കാരണം ഭയങ്കര വെയിലാണ് അല്ലേ പങ്ക? അതെ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇവരുടെ കൂടെ ഇവിടെ ചെലവഴിക്കാം അല്ലേ ഗായ്സ്? അപ്പോൾ നമുക്ക് 2 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇനി അടുത്ത യാത്ര തുടങ്ങിയാൽ മതി കേട്ടോ ഗായ്സ്. പർച്ചേസിങ് ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതേ പുല്ലിൽ കിടന്നാണ് റെസ്റ്റ് ചെയ്തത്. എവിടെ കാണുന്നില്ല, കിടന്ന് റെസ്റ്റ് ചെയ്യണം ഗായ്സ്. അപ്പോൾ ഇത്രയും വെയിൽ വന്നപ്പോൾ തന്നെ ഇത് നമ്മളെല്ലാം
എല്ലാവരും ടയേർഡായി ഇത് ഇവിടെ കിടന്ന് വരെ പോയി ഈ മൈതാനത്തിൽ. അപ്പോൾ ഇവിടെ എനിക്ക് വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം ഞാനിവിടെ നോട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായി ഈ കാര്യം കണ്ടിട്ട്. കാരണം നമ്മുടെ ഈ അസംഷൻ ചർച്ചിന് ഭയങ്കര ഹൈറ്റാണ്. അപ്പം ഈ പൊരിഞ്ഞ വെയിലത്ത് ഇത്രയും ഹൈറ്റുള്ള നമ്മുടെ പള്ളീൻ്റെ മുകളിൽ ഒരാൾ നിന്നിട്ട് ഇതേ പെയിൻറ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾക്ക് ഇച്ചിരി വെയിൽ കൊണ്ടപ്പോൾ നമ്മുടെ അടുത്ത് കുട അടക്കമുണ്ട്. ഇത്രയും തന്നെ കൊണ്ടപ്പോൾ നമുക്ക് ഇത്രയും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ മനുഷ്യൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ മുകളിൽ. ഒന്ന് ആലോചിച്ച് നോക്ക് ദൈവമേ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. കാരണം അവർ അത്രയും ഇങ്ങോട്ടാണ് കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എല്ലാ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട്. അതെ അതെ അതെ, അതെ വേനൽക്കാലത്ത് ഇത്രയും വെയിലില്ല. അതൊരു ഇതിപ്പോ മഞ്ഞുകാലമായിട്ട് വരെ ഭയങ്കര ചൂടാണ് അല്ലേ? ചൂടുകൊണ്ട് ചേട്ടനെ നമിക്കണം. അതിപ്പോൾ ഞാൻ കാണിച്ചൊരു ആ ചേട്ടനെ ഇത് കണ്ടോ നിങ്ങൾ? പള്ളീൻ്റെ അങ്ങ് പൊക്കത്തിലാണ് ആ ചേട്ടൻ നിന്നിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ചെറുതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നക്ഷത്രത്തിൻ്റെ അടുത്ത് ഞാൻ തന്നെ ഒരു പൊടിയാണ്. അപ്പോൾ ഈ പള്ളി എന്തൊരു വലുതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ ബാബാച്ചേ? പാവാ ചേട്ടൻ. ആ ഡയറക്റ്റ് സൺലൈറ്റ് ആണ് അവരുടെ മേത്തേക്ക് അടിക്കുന്നതിൻ്റെ. ദൈവമേ, ഭയങ്കര തൻ്റെയുടെ ഭയങ്കര ധൈര്യം തന്നെ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ കുടയ്ക്ക് ഒരു ചവിട്ടൊക്കെ കിട്ടിയപ്പോൾ കുടഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം വെയിലായാലും അധികം മഴയായാലും നമ്മുടെ ഈ കുടയ്ക്ക് ഭയങ്കര മടിയാണ് ഇവർ. അപ്പോൾ ഒരു ചവിട്ടും മുപ്പൊക്കെ കിട്ടുന്നത് ക്രിസ്മസ് ആഘോഷം ഇവിടെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷം 2024 ഡിസംബർ 22 ഞായറാഴ്ച 4 PM. അപ്പൊ നമ്മുടെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പൊ ആർക്ക് വേണം നമുക്ക് അമ്മയുടെ ക്രോസ് ചെയ്യാവേ. അപ്പൊ നമ്മുടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി A few moments later. അപ്പൊ ഭയങ്കര വെയിലാണ്. അതെ, കുറെ കാഴ്ചകൾ കാണാനുണ്ട്. വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മുടെ മിൻമാൾ പോലെ ആണോ നമുക്കറിയില്ല. അത് അവിടെ പുൽക്കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാവ്, എന്തായാലും അടിപൊളിയായിട്ട് അവർ അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. വാവ്, ഇവിടെ നമുക്ക് സാന്റാ ക്ലോസിനെ കാണാൻ കഴിയും. വാവ്, സൂപ്പറായിട്ടുണ്ട്. ബേർഡ്സ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും അടിപൊളിയായിട്ടാണ് ഓരോ സ്ഥലത്തും ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നന്ദില ജിമാർട്ടിന്റെ അടുത്താണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് കാഴ്ച ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡിയോയും മൈജിയൊക്കെ ഇതേ ഫ്രണ്ടിലേക്കാണ് നമുക്ക് പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഗായ്സ് ഉള്ളത്. ഗായ്സ്, അപ്പോൾ നമ്മൾ നന്ദില ജിമാർട്ട് വരെയാണ് പോയുള്ളത്. പിന്നെ മുകളിലേക്ക് ഒന്നും നമ്മൾ പോയില്ല. മുകളിലേക്ക് ഞാൻ പറഞ്ഞില്ല സ്റ്റുഡിയോയും മൈജിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത് യെസ് ഗായ്സ്, അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പോകാൻ വേണ്ടി പോകുന്നത് നക്ഷത്രമേളയിലേക്കാണ്. മമ്മി, നമ്മൾ ഈ നക്ഷത്രമേളയിലേക്കാണ് പോകുന്നത്. യെസ് ഗായ്സ്, നക്ഷത്രമേളയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ നക്ഷത്രമേളയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഗായ്സ്, അപ്പം നമ്മളിത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വാവ്, ഒരുപാട് നല്ല അടിപൊളി ഡിസൈൻസിലുള്ള ലൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. വാവ്, സൂപ്പർ കൂൾ ആയിട്ടുണ്ട്. വാവ്, എന്തായാലും ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനം അപ്പോൾ 300 ഒക്കെ ആവും ഈ ലൈറ്റ് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഭയങ്കര ആകർഷകമായ ലൈറ്റാണ്. നമ്മുടെ അടുത്തുള്ള ലൈറ്റ് നമുക്ക് പറ്റിയ സാധനത്തിന് ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പം നമ്മൾ 200-ന് മുമ്പ് ഒരു പ്ലേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ചു പോലെ നമുക്ക് വില കുറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്യും അമ്മേ? നമുക്ക് വേറൊരു ഷോപ്പിലും കൂടി ചോദിച്ചു നോക്കാം. എല്ലാത്തിനും ഭയങ്കര വിലയാണ്. 300 കൂടുതലുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നമ്മൾ അവിടെ ചോദിച്ച സമയത്ത് അവിടെ 200-നുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. ഇപ്പോൾ 300 കാണുന്നത് നമ്മൾ അതിനകത്ത് കഴിഞ്ഞ് വരികയും ചെയ്തു. അപ്പോൾ നമുക്ക് മുമ്പോട്ടുള്ള ഇതിൽ ഷോപ്പിൽ നമുക്ക് ചോദിച്ചു നോക്കാം. അഥവാ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കേക്ക് വാങ്ങാൻ വരുമ്പോൾ നമുക്ക് വാങ്ങാൻ നമ്മൾ നോക്കാം അല്ലേ?
തലേ ദിവസം വാങ്ങാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് മുമ്പോട്ട് നടക്കാം അല്ലേ ഗായ്സ്? അപ്പൊ നമുക്ക് കുട നിവർത്തിച്ച് നിവർത്താം. അപ്പൊ ചവിട്ട് നിവർത്തിയാലാണ് നിവരുള്ളൂ. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ലെറ്റ്സ് ഗോ ഗായ്സ്, കം ഓൺ. അയ്യോ അപ്പം നമ്മൾ വിചാരിച്ചു പോകുന്നത് നടന്നിട്ടില്ല. വളരെ വില കൂടുതലാണ് എല്ലായിടത്തും. ചില സ്ഥലത്ത് ചിലപ്പോൾ 300, ചില സ്ഥലത്ത് 500, ചില സമയത്ത് 400. ഭയങ്കര ഒന്നും ഇല്ല 200ന്റെ നമ്മൾ. പക്ഷെ അന്ന് വന്നപ്പോൾ ചോദിച്ചു കൊണ്ടായിരുന്നാണ് പറഞ്ഞത്. പക്ഷെ ഈവനിങ് ആവാൻ വരുമ്പോൾ എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇനി കിട്ടിയില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ട്രൈ ചെയ്യാൻ ഓർത്തിട്ടാണ് കേട്ടോ. നമുക്ക് നടക്കാം, നമുക്ക് വേറെ ഷോപ്പിൽ ചോദിക്കാം അല്ലേ ഗായ്സ്? അപ്പം നമ്മൾ സപ്ലൈകോയിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. അപ്പം നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ സപ്ലൈകോ അടക്കമുണ്ടേ. അപ്പം നമ്മൾ സപ്ലൈകോയിലേക്ക് പോവാണ് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പം ഓടിപ്പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം ഗായ്സ്. A few moments later. നമ്മൾ അങ്ങനെ സപ്ലൈകോയിലൊക്കെ കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയേക്കാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ ആദ്യമായിട്ടോട്ടോ കയറുന്നത്. അതുകൊണ്ട് വലിയ കോമഡി അല്ലേ ഗായ്സ്? അല്ലേ മമ്മ? നമുക്കെന്താ വേഗം ചായ കുടിക്കാം. ടയേർഡായി. എന്തായാലും ഈവനിങ് ആയിട്ടുണ്ട്. നമ്മൾ ബത്തേരിൻ്റെ അറ്റം മുതൽ തല വരെ ചെന്നു. തല മുതൽ ഇതേ സത്യം ഒരു കട എവിടെയാണ്, അടുത്ത കട വേറെ ഏതോ അതാണ് വിഷയം ഗായ്സ്. അങ്ങനെ തല മുതൽ വാല് വരെയും വാല് മുതൽ തല വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമുക്ക് ചായ കുടിക്കാം. പറഞ്ഞോ ചേച്ചി. ഗായ്സ് അപ്പം നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന കരോളാണെന്നാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ സാന്റാക്ലോസ് ഒക്കെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തോണ്ടാണ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം വയനാട് ജില്ലാ CPIM ജില്ലാ സമ്മേളനം വിളംബര ജാഥ. അപ്പം വിളംബര ജാഥയാണ് ഗായ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഫുള്ള് ക്രിസ്മസ് കോസ്റ്റ്യൂമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഫുള്ള് റെഡ് ആൻഡ് വൈറ്റ് കളർ ഫുൾ കളറായിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ജാതിയാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഗായ്സ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ അടിപൊളി ഗായ്സ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഒരു ഷോപ്പിലും കൂടി രൂപങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്ന കടയിൽ നമുക്ക് 220 രൂപയായെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 200-ന് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നടാ. അപ്പം നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ് ഈ ഷോപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത് വാങ്ങിയിട്ട് പോകാന്നാണ് ഓർക്കുന്നത് അല്ലേ ബാക്കി? അപ്പോൾ നമ്മൾ ഷോപ്പിന് വരുന്നത് അപ്പോൾ ഐറിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുൽത്താൻ ബത്തേരി ടൗണിൽ നമ്മുടെ ചുങ്കം ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് നമ്മുടെ ഈ ഷോപ്പ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലേ ഗായ്സ്? അപ്പോൾ ഈ ഷോപ്പിൽ ഒന്നൊന്നര തിരക്കാണ് ഗായ്സ്. നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സംഭവം വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ മമ്മേ? അല്ലേ ബാബി? അതെയോടാ. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. ക്രിസ്മസ് ട്രീ കൈ കൊണ്ടിട്ടാണ് അവര് പോകുന്നത്. മോസ്റ്റ് ഉണ്ടായിക്കോട്ടെ പൈസ 2 രൂപ ഉള്ളൂ. ഓക്കെ അപ്പം നമ്മുടെ ഈ ഷോപ്പിൽ ഈ ഹാറ്റിന് 20 റുപ്പീസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഈ ഹാറ്റ് 2 രൂപ എടുക്കാൻ നോക്കുകയാണ്. അപ്പം എന്തായാലും കണ്ട സ്ഥിതിക്ക് നമുക്ക് ഈ ഹാറ്റ് മതിയോ? 2 മതിയോ? 2 ഉണ്ടോ വീട്ടില്? ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. 2 ഉണ്ടാവും എടുക്കാല്ലേ? അപ്പൊ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഇനി വരുമ്പോ വാങ്ങാം. അപ്പൊ നമ്മൾ 2 ഹാറ്റും കൂടി എടുത്തിട്ടുണ്ട്. അവര് ഭയങ്കര ബിസിയാണ്. സോറി നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ രൂപങ്ങൾ നമുക്ക് എന്തായാലും നമ്മളെ യേശുദേവൻ നമ്മളെ വിഷമിപ്പിച്ച് വിട്ടില്ല. അപ്പൊ നമ്മുടെ രൂപങ്ങൾ നമുക്ക് അൺബോക്സ് ചെയ്തെടുക്കാം അല്ലേ? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഉണ്ണീശോയിനാണ് കേട്ടോ ഗൈസ് നമ്മൾ കാണുന്നത്. അയ്യോടാ നോക്കുവന്നേ, നമ്മുടെ ഉണ്ണീശോ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ രൂപങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ കടയിലും 400-500 വിലയായിരുന്നു. ഇവിടെ നമുക്ക് 200 റുപ്പീസിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര വില കുറവ് നമുക്ക് എന്തായാലും ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കൂടി സീക്രട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇത് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഹാറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. 20 റുപ്പീസാണ് ഒരു ഹാറ്റിന് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്
പാക്ക് ചെയ്യാം അല്ലേ ഗായ്സ്? അപ്പം നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വെയിറ്റ് ചെയ്യാം ഗായ്സ്. അപ്പം നമ്മുടെ സംഭവം ഹാറ്റ് ഉണ്ടോ? അതല്ലേ 2 തൊപ്പിയുണ്ട്. എത്ര ചോദിക്കും? അപ്പം 40 QR കോഡ് എവിടെയാ? ഗായ്സ് അങ്ങനെ നമ്മുടെ പർച്ചേസിങ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. രൂപങ്ങളും അതേപോലെ തന്നെ നമ്മുടെ എന്താ ക്രിസ്മസ് ഹാറ്റും ആണ് ഗായ്സ് നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത്. എന്തായാലും വി ആർ സോ ഹാപ്പി. അയ്യോ, അപ്പം നമ്മളിനി പോവാണ് ഗായ്സ്. അപ്പം നമ്മൾ പോവാണ് ഗായ്സ്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ലേ? നമ്മുടെ നമ്മളെ അപ്പൊ നമ്മൾ അങ്ങനെ സന്തോഷം പ്രതീക്ഷിച്ചില്ല ഗായ്സ്. നമ്മള് സന്തോഷിച്ച് പറഞ്ഞ് പോവാണ് ഗായ്സ്. ക്രോസ് ചെയ്യാം. ഓക്കെ വാ ഗായ്സ്. അപ്പൊ എന്താണ് നമുക്ക് അയ്യോ നമ്മൾ വെച്ചിട്ടാണ് വേണ്ട. നമുക്ക് നമ്മുടെ ക്രിസ്മസിന്റെ തൊപ്പിയും കൂടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് നടത്താം. കാരണം എൻ്റെ മുടി ഓൾറെഡി ചപ്പിയായിട്ടുണ്ട്. അപ്പൊ ചപ്പിനും കൂടി ഞാൻ ഒളിപ്പിച്ച് വെച്ചാണ്. നമുക്ക് നടക്കാം ഗായ്സ്. അങ്ങനെ ക്രിസ്മസ് ഹാറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിലേക്ക്. ഒക്കെ വെച്ച് നമ്മൾ എങ്ങോട്ട് പോവാണ്? തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം ഓവറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ടു ബാക്ക് ടു ഹോം. ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ 2 ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡാണ് ബസ് ഇറങ്ങാൻ പോകുന്നത്. അപ്പം മൈ പ്രോമിസ് ഗോൾഡ് ആൻഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് ചാടി ബസ് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴി ചാടി ഇറങ്ങാം ഗായ്സ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബസ്സിൽ നിറഞ്ഞ അവിടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മുടെ ബസ് ഇവിടെ എത്തിയിട്ടില്ല. ഏതാണ് നമ്മുടെ ബസ്? ഏതാണ്? നമ്മുടെ വീടായ KSRTC. മറക്കാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. ഗായ്സ്, അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകാം? സ്റ്റാൻഡിൽ പോയി വായും വിളിച്ചിരിക്കണോ, നമുക്ക് ഇവിടെ ഇരിക്കണോ, നമുക്ക് തീരുമാനിക്കാം. അങ്ങോട്ട് പോകണോ ഇനി? ഗായ്സ്, അപ്പോൾ ഞാൻ സ്റ്റാൻഡിലേക്ക് പോയിരുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ നമുക്കുള്ള ചെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഓ ആണോ, എന്താ വിഷയം? ഗായ്സ്, അവിടെ ഒരു പട്ടീനെ കണ്ടു ഞാൻ. പക്ഷേ അതിൻ്റെ കൈ നോക്ക്, ഇങ്ങനെ തിരിഞ്ഞു പോയേക്കൊണ്ടിട്ടത് അവിടെ ഇരിക്കുവാണ്. എന്താ പറയുക, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായത് വണ്ടി കയറിയതാണ്. അയ്യോ ഗായ്സ്, അപ്പോൾ ഈ പട്ടിക്കുട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൈ അതിന് വയ്യ. അമ്മേ, എന്താണ് നിന്റെ കൈക്ക് പറ്റിയത്? 10 രൂപ എങ്ങാനും ഉണ്ടോ? ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിട്ട് തരാം കേട്ടോ. ഇത് നോക്കണേ. ഇല്ലില്ല, A few moments later. പാവം ഗൈസ്, നിങ്ങൾ കാണുന്നില്ല അവന്റെ കൈ. ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിവന് പൊട്ടിച്ചു കൊടുക്കാം. എന്താടാ, നിനക്ക് വിശക്കുന്നുണ്ടോ? അവൻ കഴിക്കുമോ നോക്കൂ ചേച്ചി ആദ്യം. അതിനകത്ത് മുഴുവൻ പൊട്ടിച്ചിട്ട് കൊടുത്തോ. ബസ് പോകും, അവനത് കഴിച്ചോട്ടെ. ഗായ്സ്, അപ്പം നമുക്ക് തന്നെ അവിടെ ബിസ്ക്കറ്റ് പൊട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി വളർത്തണ്ട. ഫുഡെങ്കിലും നിങ്ങൾ കൊടുക്കണം കേട്ടോ ഗായ്സ്. പോകും പോട്ടെ കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഡോഗിനെ കാണുവാണെങ്കിൽ ഒരു ബിസ്ക്കറ്റെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള കരുണ നിങ്ങൾ എന്തായാലും അവരുടെ അടുത്ത് കാണിക്കണം. നിങ്ങളെ കൊണ്ടുപോയി വളർത്തിയില്ലെങ്കിലും ഫുഡ് കൊടുക്കാനുള്ള ഒരു നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സീറ്റ് അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അമ്മ, ആ പട്ടിക്കുട്ടനില്ലേ അമ്മേ, എന്നെ കണ്ട അവിടെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എടാ, അത് എൻ്റെ അടുത്തേക്ക് ഓടി വന്നേ. എന്തായാലും അതിന് ഫുഡ് കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഗായ്സ്. എന്തായാലും അവനത് കഴിച്ചോട്ടെ ഗായ്സ്. അപ്പോൾ എനിക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് സിറ്റുവേഷനിൽ ഉണ്ടായത്. മമ്മ, ഞാനവിടെ നിൽക്കുക. ഇവർ ബസ് വന്നപ്പോഴേക്കും പോയി ഗായ്സ്.
അപ്പം ഞാനവിടെ നിന്നപ്പം ആ പട്ടിക്കുഞ്ഞ് അവിടുന്ന് അതിനെന്ത് ഇതായിട്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്തേക്ക് അത് ഓടി വന്ന വരവ് നിങ്ങൾ അപ്പം എൻ്റെ ഫോൺ അപ്പോഴേക്കും ഓഫായി പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഫോൺ വർക്ക് ആവില്ല. ഫോൺ അപ്പോഴേക്കും അതൊക്കെ നടക്കും. ഇപ്പം എൻ്റെ മിണ്ടുമാളിലും ഇന്നൊരു സീനുണ്ടായി. ആ സമയത്ത് എൻ്റെ ഫോൺ ഓൺ ആയില്ലായിരുന്നു, ഈ സമയത്തും ഫോൺ ഓൺ ആയില്ല. ആ പട്ടിക്കുഞ്ഞ് അതിൻ്റെ കയ്യിൽ വണ്ടി കയറിയിട്ട് കൈ തിരിഞ്ഞു പോയി മമ്മേ. എന്നിട്ട് ആ കൈ വലിച്ചോണ്ടാണ് ആ പട്ടിക്കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത്. അത് വന്നു കഴിഞ്ഞ് നിന്ന് എൻ്റെ അടുത്ത് വാലാട്ട് വെച്ച് എനിക്കത് കണ്ടപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ് തോന്നിയത്. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു അതിൻ്റെ ഒരു നേരത്തെ വിശപ്പ് അകറ്റുക എന്നുള്ളത്. അതാ ഈ ലോകത്തെ വിശപ്പിനേക്കാൾ വലുത് വേറെ ഒന്നും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത്. ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തപ്പം ആ പട്ടിക്കുഞ്ഞിൻ്റെ വായി വെച്ച് കൊടുത്തിട്ടുള്ളത് കഴിച്ചില്ല. നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. കാരണം അത് എന്നോട് നന്ദി പറയുമെന്ന് കഴിച്ചുള്ളത്. ഞാനത് കഴിക്കാൻ പറഞ്ഞപ്പോഴാണ് ആ ഫുഡ് അത് മുഴുവനും അത് കഴിച്ചു തീർത്തത്. എന്തായാലും സത്യം പറയല, മനുഷ്യർക്ക് പോലും ഗൈസ് നന്ദിയില്ല, മൃഗങ്ങൾക്കാണ് നന്ദിയുള്ളൂ. ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാലോ, തിന്ന ഭക്ഷണം അതിനെ ഞാൻ ഭക്ഷണം പോലും കൊടുത്തില്ല, എന്നിട്ട് തന്നെ അതെന്നോട് അത്രയും സ്നേഹം കാണിച്ചു. എനിക്ക് ഭയങ്കര എനിക്ക് എന്താ പറയുക, ഇത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്തായാലും അതിൻ്റെ വിധി അതായി പോയി ഗൈസ്. എന്തായാലും ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല, ഞാൻ സന്തോഷിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വയനാട് നിന്ന് എഴുതിയ ബസ്സിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ KSRTC ബസ് വന്നിട്ടില്ല. വന്ന ബസ്സാണെങ്കിൽ താളൂർ റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റൂട്ടിലേക്കുള്ള ബസ്സല്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വയനാട് എന്നുള്ള ബസ്സിൽ വയനാട് എന്നുള്ള ബസ്സിൽ നമുക്ക് കയറി കളിയാം ഗൈസ്. എന്താ ഓക്കെ, അപ്പോൾ ബസ് ഫുൾ ബ്ലാങ്ക് ആണ് ഗൈസ്. A few moments later. ഗായ്സ്, അപ്പോൾ നമ്മൾ ബസ് മാറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയനാട് ഫ്രണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ബസ്സിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ KSRTC മാറി, വയനാട് മാറി. വന്ന ബസ്സിന്റെ ബോളെന്താ വേറെ അതുകൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്തു, അമ്പാടി എന്ന് പറഞ്ഞ പുതിയ ബസ്സിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് നേരെ എങ്ങോട്ടാ പോകുന്നത്, വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ലൈറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്നാൽ നേരെ വീട്ടിലേക്ക് പോലെ മമ്മേ. അപ്പോൾ എല്ലാവരോടും അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്ക് അടിപൊളി സൂപ്പർ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുപിട്ടാം. എല്ലാവർക്കും ബൈ ബൈ Later. ഗായ്സ്. അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ നൈറ്റ് വ്യൂ നമ്മൾ കാണാൻ പോവാണ്. വീഡിയോയിൽ എൻഡിങ് ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ഗായ്സ്. അപ്പോൾ മൊത്തത്തിൽ ലൈറ്റുകളാൽ നിറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഫ്രണ്ടിലേക്കൊക്കെ ഇനി ഇഷ്ടംപോലെ ബൾബ്സും കാര്യങ്ങളും ലൈറ്റും നക്ഷത്രമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഇപ്പം 2ാം ജന്മം ജനിച്ച ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ബസ് ഇപ്പോൾ ഉള്ളത് പഴയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി 2 ബസ് സ്റ്റാൻഡാണ്. നമ്മളിപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഗായ്സ് ഉള്ളത്. അപ്പോൾ ഗായ്സ് നൈസിൽ തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ പങ്ക? തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നൈറ്റായി കഴിഞ്ഞാൽ മൊത്തം ലൈറ്റാണ് കേട്ടോ. ലൈറ്റാണ് ഗായ്സ്. വാവ്, എടാ അവിടെ നോക്കടാ, അവിടെ കുറെ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്മസിന്റെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധി ജംഗ്ഷൻ. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിന്റെ ഒരു എന്താ പറയുക പ്രതിമയ്ക്ക് ഇവിടെ കാണാൻ കഴിയും. യെസ് ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് തരുന്ന നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അസ്മിഷൻ ജംഗ്ഷനിലേക്കാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഐശ്വര്യ അതുല്യ തിയേറ്ററിൻ്റെ റോഡാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മൊത്തം ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്നത് നമ്മുടെ ഇമേജ് മൊബൈൽസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഗായ്സ് നമ്മൾ പോകുന്നത്. അവിടെയാണെങ്കിൽ യെസ്, ഈ പ്ലാനറ്റും നമ്മുടെ ഇമേജ് മൊബൈൽസും അടുത്തടുത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റാണ് ഗായ്സ്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ പ്ലാനറ്റ്. സാധനങ്ങൾ അറിഞ്ഞിരിക്കും. യെസ്, മൊത്തം സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വില. ഓ വാവ് ഗായ്സ്. അപ്പോൾ നമ്മുടെ അസ്മിഷൻ ചർച്ചാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് വീഡിയോ എടുത്ത സ്റ്റാറാണ് കേട്ടോ ഈ കാണുന്നത്. വാവ്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ സൂപ്പർ ഗായ്സ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. സൂപ്പർ അല്ലേ, അടിപൊളി. സെഞ്ചുറി അല്ല ഗായ്സ്, അപ്പോൾ സെഞ്ചുറി. അപ്പോൾ നമ്മുടെ മൈജി ഫ്യൂച്ചറാണ് ഗായ്സ് കാണുന്നത്. എവിടെ ലൈറ്റ് കാരണം കാണുന്നില്ല ഗായ്സ്. അപ്പോൾ നമ്മുടെ മാരിയമ്മൻ കോവിലാണ് ഗായ്സ് ഇവിടെ ഉള്ളത്. അപ്പം അവിടെ ഭജനയൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇവിടെ ലെൻസ് കാർട്ടും മിൽക്കാവോയും അതുപോലെ തന്നെ എവിടെടാ
പിന്നെ എന്താണ് ഉള്ളത് ഗൈസ്? കുറേ ഷോപ്സ് ഉണ്ട് ഗൈസ്. വിൽട്ടണോ? എവിടെ വിൽട്ടൺ? എവിടെ? ആ നമ്മുടെ ഫേമസ് ബത്തേരിയിലെ ഹോട്ടലാണ് ഗൈസ് നമ്മുടെ വിൽട്ടൺ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, രുചിപ്പുരയും രുചിവണ്ടിയും അതുപോലെ തന്നെ സുഡിയോ ഉണ്ടോ എന്നാണ് നമ്മളോട് ഓരോ പൊട്ടന്മാർ ചോദിച്ചത്. അപ്പോൾ അവർക്കായിട്ട് ഞാൻ സുഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോകണം. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ആണ് നമ്മുടെ ഹാപ്പി 7 days. പിന്നെ നമ്മുടെ ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ സുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സുഡിയോ കാണാത്തവരൊക്കെ ശരിക്കും കണ്ടോ, വയനാട്ടിലെ സുഡിയോ ആണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഡിയോൻ്റെ വീട് നമ്മൾ സിംഗിളായിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ബത്തേരിയിലെ ഓരോ കാഴ്ചകൾ, കുറച്ച് കാഴ്ചകൾ. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനി ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോ ലോങ്ങായി ഒരു 10 മണിക്കൂറൊക്കെ ആയി പോകും. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകാം? വീട്ടിലേക്ക് പോകാം. ബൈ ബൈ.